1400 വർഷങ്ങൾക്ക് മുന്നേ പവിത്രമായ ദുൽഹിജ്ജയിൽ അറഫാ മൈതാനിയിൽ സംഗമിച്ച സ്വഹാബത്തുൽ കിറാമിന് മുന്നിലായി ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്നൊരു പ്രഖ്യാപനമുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ പ്രവാചകർ പറഞ്ഞു വെക്കുന്നത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാളക്കും അലൈക്കും ഹറാമുൻ. തീർച്ചയായും ഒരുത്തൻ്റെ രക്തം ചീന്തുവാനോ അവൻ്റെ സമ്പത്തിനെ അപഹരിക്കുവാനോ അവനെ മാനസികമായി ശാരീരികമായി തളർത്തുന്ന നിലയിൽ കുത്തുവാക്കുകൾ പറയാൻ, അവൻ്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങൾ വാക്കുകൾ നിന്നിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത് നിനക്ക് നിഷിദ്ധമായതാണ്. അവിടേക്കാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ വരികളെ കൂടി യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്നുകൊണ്ടാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അഭിസംബോധന ചെയ്തത്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ പരിഹസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബി ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, അതുപോലെ തന്നെ ഇരട്ട പേരുകൊണ്ട് നിങ്ങൾ ആരെയും വിളിക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദുൽഹിജ്ജയുടെ പവിത്രമായ 10 ദിവസങ്ങൾ ആരാധനകളുമായി പള്ളിയിൽ കഴിഞ്ഞുകൂടിയാലും, നമസ്കാരവും ഹജ്ജും നോമ്പും സകാത്തും എല്ലാം നീ കൃത്യമായി വീട്ടിയാലും, മറ്റൊരുത്തനോടുള്ള ബാധ്യതയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നീ പെട്ടുപോകുമെന്ന് നീ ഓർക്കണം എന്നു തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് വലം യതുബു ഫഉലൈക ഹുമുൽ ളാലിമൂൻ, എന്നിട്ട് തൗബ ചെയ്യാൻ നിനക്ക് സാധിച്ചില്ല എങ്കിൽ നീയാണ് ളാലിമീങ്ങൾ പെടുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ടത് കേവലം ഇബാദത്തുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ രക്ഷയുള്ളത്. സ്വർഗപ്രവേശനവും നരകമോചനവും കേവലം ഇബാദത്തുകൾ കൊണ്ട് മാത്രം നിനക്ക് സാധ്യമാകുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഇല്ല. മറ്റൊരുത്തനോടുള്ള ബാധ്യതകളെ ഉത്തരവാദിത്തങ്ങളെ വീട്ടാതെ അവൻ്റെ മനസ്സോ അവൻ്റെ ശരീരമോ അവൻ്റെ സമ്പത്തോ നീ അന്യായമായി കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നീ മറുപടി പറയേണ്ടി വരും എന്നല്ല, അവനോട് നീ കുറ്റമേറ്റു പറയുകയും അവനിൽ നിന്ന് നീ പാപമോചനം തേടുകയും ചെയ്യാത്ത പക്ഷം നിനക്ക് വിജയമില്ല. അറഫയുടെ സന്ദേശം അതാണ്.